You know the best thing about having a sister? Let me tell you. ടൈം ഇപ്പോൾ കാലത്ത് 8 മണിയായിട്ടുള്ളൂ. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. സോ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ ആഷിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനൊരു പാക്കേജ് കൊടുത്തിട്ടുണ്ട്. ആ പാക്കിലാണ് ഇന്നത്തെ കാര്യം ഇരിക്കുന്നത്. സോ നമുക്ക് ആ പിക്ക് കിട്ടുക. ചില ദിവസങ്ങളിലേ ഈ നേരത്തെ എണീക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. കേൾക്കണവർ വിചാരിക്കും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുകയെ അല്ലെങ്കിൽ വല്ല വർക്കും ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. പക്ഷെ അതൊന്നുമല്ല. ഒന്നെങ്കിൽ ഇതുപോലെ ഉമ്മിങ്ങളിൽ കയറി റാൻഡായിട്ട് ആൾക്കാർക്ക് പാട്ട് പാടി കൊടുക്കും. അതും അല്ലെങ്കിൽ പാത്രം കഴുകാന്ന പേരിൽ ഒരു 1-2 മണിക്കൂർ ചുമ്മാ കളയും. അത്തരം സമയങ്ങളിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത് മനസ്സോടെയാണ്. അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റോടെ മിസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചുരുണ്ട് കൂടി കിടക്കുന്നത് വേറെ ഒരു കേട്ടാ, അവിടെ അഭിനാണ്. അഭിൻ ഇന്നലെ കിടക്കാൻ നേരം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷെ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പുള്ളി നൈസായിട്ട് സോഫയ്ക്ക് വന്ന് കിടന്ന്. ഒരുപാട് നേരം ഞാനിങ്ങനെ തട്ടി വിളിച്ച് നോക്കി. പക്ഷെ ആൾ എണീക്കണ മൈൻഡൊന്നുമില്ല. വിനീത് പോയി നോക്കിയപ്പോൾ എണീക്കാൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞടക്കാൻ പോലും മൂടില്ലെന്നാണ് പുള്ളി പറഞ്ഞേ. എന്നാൽ പിന്നെ അവനോട് കിടക്കട്ടെ, ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കോഴി പാക്കേജ് ഒക്കെ എടുത്തുണ്ട്. സോ എന്താണ് കാര്യം എനിക്ക് പറഞ്ഞത്? സംഭവം വേറൊന്നുമല്ല കേട്ടോ. ഇന്ന് രാവിലെ ആഷിക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ ചേച്ചി തൃശ്ശൂരിൽ നിന്ന് അവനെ കണ്ട് കുറച്ച് ഫുഡ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ചേച്ചി ചെയ്യാറുള്ളത് തന്നെയാണ്. എല്ലാ തവണ ആരെങ്കിലും പോയി വരുമ്പോൾ എന്തെങ്കിലും വേണോ ചോദിക്കും. ഞാനപ്പോൾ ഒബ്വിയസ്ലി നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ഫുഡ് കൊടുത്തയക്കാൻ പറയും. കാരണം നമുക്കൊന്നും അതിവിടെ അത്ര നല്ല ഫുഡ് കിട്ടാത്തതാണല്ലോ. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖമാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളും. അഭിനെപ്പോഴും നല്ല ഉറക്കാം. എനിക്കുള്ള ഒരു വഴിയും കാണുന്നില്ല. എന്തായാലും അവനോട് ഇറക്കട്ടെ. എനിക്ക് വിനീതിൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളതാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. ഇന്നെന്തായാലും ഇനി ക്ലാസ്സിൽ പോയി ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്ത എൻ്റെ ചേച്ചിക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അപ്പോൾ അതുവരെ ബൈ.